ഗുഡ് മോർണിംഗ്. ടേസ്റ്റി ക്യൂൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ആ, ചീരക്കറിയാണ്. അപ്പോൾ ചീരയും പരിപ്പും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ചീരക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ചുമന്ന ചീര എടുത്തിട്ടുണ്ട്, പച്ച ചീര എടുത്തിട്ടുണ്ട്. രണ്ട് ടൈപ്പിൽ ചീരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പാലക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത് അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് ദാല്, മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. 2 ടൊമാറ്റോ, ഒരു 5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, തേങ്ങ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അത് തിരുകി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആ ദാലൊന്ന് നല്ലതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഞാനൊരു 10 മിനിറ്റ് കുതിർത്തിട്ടതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് കീറിയത് ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആ 2 ടൊമാറ്റോ, ഞാൻ വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടൊമാറ്റോ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് 1.5 ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ നിന്നും പകുതി മഞ്ഞൾപ്പൊടി ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ബൗൾ വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പരിപ്പും വെള്ളവും എല്ലാം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ചീരയില ഇടുന്നത്. പിന്നീട് നമ്മളത് ഇളക്കാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുക്കർ അടച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, ഇത്രയും നമ്മൾ അതിനകത്തിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അരപ്പിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കണം. അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ കുക്കറിൽ നമ്മൾ പരിപ്പും ചീരയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 4 വിസിൽ നമുക്ക് വിസിലിനുള്ളിൽ അത് റെഡിയായി വരും, വെന്ത് വരും. പരിപ്പും ചീരയും കൂടി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ല ആവി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ അരച്ചു വെച്ച തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ചീരക്കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പരിപ്പ് ദാലുകറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ച് ചേർക്കുന്നതാണ് ഈ ചീരക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സി ഒന്ന് കഴുകി, പണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ സമയത്ത് കല്ലെല്ലാം കഴുകിയിട്ട് ആ വെള്ളം എടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ആ അരച്ച മിക്സി ഒന്ന് കഴുകി ആദ്യം നമ്മൾ ആ ചീരയും പരിപ്പും കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ആ വെള്ളം ഒഴിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ചീര ഉടയത്തില്ല. അപ്പോൾ നമ്മളതൊന്ന് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് ചേർത്തു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇനി ഒന്ന് ചൂടായി വരണം. ഈ കറി നമുക്ക് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അത് നല്ലതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. അതിനകത്തിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, ഞാൻ സവോള തന്നെയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് കടുക് വറുത്ത് നമ്മൾ അതിനകത്തിലേക്ക് കറിയിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലതായിട്ടൊന്ന് താളിച്ച് ഉള്ളി നല്ല മൂക്കണം. ആ മൂത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കറിയുടെ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് ആ കറിയിലേക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത് നല്ലതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോഴും പോകാൻ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ലേറ്റൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ്. ഇപ്പോൾ ചോറിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെള്ളം നമുക്ക് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയും പരിപ്പും
വെച്ചിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ.